നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പിയായ എ റഹീം എന്ന ഡബിൾ എ റഹീം എന്ത് ഭാവിച്ചാണെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് എല്ലാ ദേഷ്യവും ഇപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് പറഞ്ഞാണ് തീർക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയോടുള്ള വിരോധമോ അതോ നമ്മളോടുള്ള ദേഷ്യമോ അതോ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളോടുള്ള ദേഷ്യമാണോ ഈ ഡബിൾ എ റഹീം തീർക്കുന്നത്? ഒരു 1.5 വർഷത്തിന് മുമ്പ് ഏവരും ഓർക്കുന്നില്ലേ, പാർലമെൻറ്റ് മുഴുവൻ നടുങ്ങിയ ഒരു ഇംഗ്ലീഷ് പ്രസംഗം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ നോട്ട് ഓൺലി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ ഈസ് എ ലാർജസ്റ്റ് കൺട്രി എന്നൊക്കെ പറഞ്ഞ് പാർലമെൻറ്റ് മുഴുവൻ നടുക്കിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിലിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എം പി ആയിരുന്നു. ഈ പാർലമെൻറ്റിലെ ഈ നല്ല ശീതീകരിച്ച മുറിയല്ലേ, ഒരല്പം മയങ്ങിപ്പോയ എം പി ഡബിൾ എ റഹീമിൻ്റെ ഈ പ്രസംഗം കേട്ടാണ് നടുങ്ങി എഴുന്നേറ്റത്. ഞാൻ പിന്നീട് അറിഞ്ഞത് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡബിൾ എ റഹീമിനെ കുറിച്ച് പഠനം നടത്തുന്നു എന്നാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ ഭാഷാശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും ഭാഷയുണ്ടെന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഭാഷയുണ്ട് എന്നാണ്. ഈ ഡബിൾ എ റഹീമിനെ എഴുന്നേറ്റ് നിന്നങ്ങ് മലയാളത്തിലങ്ങ് പ്രസംഗിച്ചാൽ പോരെ? വേണമെങ്കിൽ തിരുവനന്തപുരം ഭാഷയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാലൊന്നും ഒരു കുഴപ്പവുമില്ല. അതൊക്കെ മറ്റ് ഭാഷകളിലേക്ക് കേൾക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ന്. എന്തിന് ഇന്നസെൻറ്റിനെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷൊന്നും പറയാൻ അറിയത്തില്ല, ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദിയും അറിയില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ മലയാളത്തിൽ പോയി നിന്ന് പ്രസംഗിച്ചു. പിന്നെ ഈ ഡബിൾ എ റഹീം പിന്നെ എന്തിൻ്റെ ധിക്കാരമാണ് കാണിക്കുന്നത്? എന്ത് കസർത്താണ് ഈ കാണിക്കുന്നത്? ഈ ഡബിൾ എ റഹീമിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരു രാജ്യസഭാ എം പി ഉണ്ട്. എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമോ എന്നെനിക്കറിയില്ല. അത് നമ്മുടെ ഡോക്ടർ ശിവദാസനാണ്, കണ്ണൂരിൽ നിന്നുള്ളതാണ്. അദ്ദേഹം ഹൈലി ക്വാളിഫൈഡ് ആണ്, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. വളരെ ഈ CPM-ൻ്റെ യാതൊരു തരത്തിലുള്ള ധാർഷ്ട്യവും ബോഡി ലാംഗ്വേജും ഒന്നും വെച്ച് പുലർത്താത്ത ഒരു അക്കാഡമിക് നിലവാരമുള്ള ഒരു എം പിയാണ്. കാര്യങ്ങൾ നന്നായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. ഇതെന്തിൻ്റെ പേരിൽ ഈ ഡബിൾ എ റഹീം കാണിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങ് മിണ്ടാതിരിക്കുക. പണ്ട് ഓർക്കുന്നില്ല, തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയിട്ടുള്ള എ ചാൾസ് എം പി പലവട്ടം ജയിച്ചു പോയിട്ടുള്ളതാണ്. കരുണാകരൻ കൊണ്ടുവന്ന എം പിയാണ്. ഇദ്ദേഹം പാർലമെൻറ്റിൽ അന്നത്തെ കാലത്ത് മലയാളത്തിൽ പ്രസംഗിച്ചാലോ അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കേൾക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇദ്ദേഹം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ എഴുന്നേക്കാറില്ല. ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് തന്നെ മുണ്ട് മുറുക്കി ഉടുക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം എഴുന്നേൽക്കാറുള്ളതെന്നാണ്. ഇന്നസെന്റിന് പിന്നെ മുണ്ട് മുറുക്കി ഉടുക്കാനും എഴുന്നേൽക്കേണ്ടി വന്നില്ല. കാരണം പാർലമെൻറ്റിൽ പോകുമ്പോൾ പാൻസ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ചാൾസ് പിന്നെ മലയാളത്തിലും പ്രസംഗിച്ചിട്ടില്ല, ഒരു ഭാഷയിലും അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല, കേരളത്തിൽ നിന്ന് ഒരു ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ നന്നായിട്ട് പാർലമെൻറ്റിൽ തിളങ്ങിയിട്ടുള്ള കേരളത്തിലെ ചില എം പിമാരെ പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഇവിടെ KP ഉണ്ണികൃഷ്ണൻ, വടകരയിൽ നിന്ന് പണ്ട് ജയിച്ചു പോയിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർലമെൻറ്റേറിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പത്രപ്രവർത്തകനൊക്കെ കൂടി ആയിരുന്നല്ലോ അദ്ദേഹം. പിന്നെ അതുകൂടാഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയിട്ടുള്ള നീലലോഹിതദാസൻ നാടാർ, ഡോക്ടർ, അദ്ദേഹം ഹിന്ദിയിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ്. ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെൻറ്റേറിയനായിരുന്നു. സുരേഷ് കുറുപ്പ് എന്തിന് ഇപ്പോൾ വന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ട പാർലമെൻറ്റേറിയനാണ് നമ്മുടെ കൊല്ലം MP പ്രേമചന്ദ്രൻ. ഇങ്ങനെയുള്ള മികച്ചവരൊക്കെ ഇരുന്നിട്ടുള്ളതും ഇപ്പോൾ ഇരിക്കുന്നതുമായ ഇടത്തു പോയി നിന്നാണ് ഈ ഡബിൾ എ റഹീം ഇങ്ങനെ
മലയാളത്തെ അവഹേളിക്കുന്നത് ഇന്ത്യക്ക് തന്നെ നാണക്കേടായി തീരുകയാണ്. ഇദ്ദേഹത്തിനോട് പലരും പറഞ്ഞു കൊടുക്കുന്നില്ലേ ഇത് മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ. ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയോടുള്ള വിരോധം മുഴുവൻ അങ്ങ് തീർക്കുകയാണ്. അതോ നമ്മളോടുള്ള ദേഷ്യം മുഴുവൻ തീർക്കുകയാണ്. ഏതായാലും കാലാവധി കഴിഞ്ഞ് ഇനി പോകാൻ സമയമായി എന്നാണ് അറിയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ചുറ്റിക്കറങ്ങുകയാണ്. എന്തിന്? 2026 നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതേതായാലും ഈ വർക്കല ഇങ്ങനെയുള്ള ചില ഇടങ്ങളൊക്കെ ഉണ്ട്, നോക്കി വെച്ച് നടക്കുകയാണ്. രാവിലെ 8 മണിക്ക് തന്നെ പരാജയം ഉറപ്പായിരിക്കും. അതിങ്ങനെ CPM കുറച്ച് പേരുണ്ടല്ലോ ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുക. ഇവരൊക്കെ CPM അസാധാരണ പ്രതിഭാശാലികളാണ്. ഡബിൾ എ റഹീം, ഡോക്ടർ ചിന്തോ ജെറോം, നമ്മുടെ വലിയ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു കൊച്ചമ്മ, തൃപ്പൂണിത്തറയല്ല ഇരിങ്ങാലക്കുടയിൽ നിന്ന് വിജയിച്ചു വന്നിരിക്കുന്ന. ഇരിങ്ങാലക്കുടയിൽ ഇനി തിരിഞ്ഞു നോക്കണ്ട. അവിടെ BJP ഇപ്പോൾ ഏറെ നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ നിന്ന് BJPക്ക് ജയസാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അതേതായാലും മന്ത്രി ബിന്ദു കൊച്ചമ്മയ്ക്ക് ഇനി ആ വഴി തിരിഞ്ഞു നോക്കണ്ട. അപ്പം ഇവരുടെയൊക്കെ ഇംഗ്ലീഷ്, പിന്നെ അതുകൂടാഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു മേയർ ഉണ്ടായിരുന്നല്ലോ ആര്യ രാജേന്ദ്രൻ. ഇവരൊക്കെ CPM അസാധാരണ പ്രതിഭാശാലികളും അസറ്റുമാണ്. ഇവരെയൊക്കെ ചില്ലിട്ട് സൂക്ഷിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇവർക്ക് പ്രത്യേക ക്ലാസും പരിശീലനവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഡബിൾ എ റഹീം അറ്റൻഡ് ചെയ്തതായിട്ട്. ഇവിടെ കേരളത്തിലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ക്ലാസ്സിൽ കയറിയിട്ടില്ല. DYFIയുടെ ആഗോള നേതാവാണ്. നമ്മുടെ കേരള സർവകലാശാലയെ തമിഴ് വിഭാഗത്തിൻ്റെ ഒരു മേധാവി ഡോക്ടർ വിജയലക്ഷ്മിയുടെ ചെവിയിൽ പറഞ്ഞ തെറിയഭിഷേകം നടത്തിയതിന് കയ്യും കണക്കുമില്ല. ഇപ്പോഴും അത് കേസ് നിലനിൽക്കുകയാണ്. ഡോക്ടർ വിജയലക്ഷ്മി ആ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്നാണ് പിന്നീടും മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇവരെയൊക്കെ ഭയന്നാണ് വിജയലക്ഷ്മി ഇടയ്ക്ക് അമേരിക്കയിലേക്ക് ചില പ്രോജക്റ്റ് ചെയ്യാനായിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും വിദ്യാഭ്യാസ രംഗത്ത് ഈ ഡബിൾ എ റഹീം, ഈ ആർഷോ, ഇതൊക്കെ SFIക്കാരിലൂടെ വളർന്നു വന്നൊക്കെയാണ്. പണ്ടൊക്കെ ഈ SFI എന്നൊക്കെ എന്ന് പറയുന്നത് 80കളിൽ SFI ചേരുക എന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം വലിയ ബുദ്ധിജീവികളുടെ ഒരിടമായിരുന്നു. അന്ന് 80കളിലെ ഒരു കോളേജ് മാഗസിൻ തന്നെ ഉണ്ടായിരുന്നു, വലിയ വിവാദമായ മാഗസിൻ. അതിൽ ഇവർ സംഘം ചേരുന്നു എന്ന് പറയുന്ന ഒരു ലേഖനം തന്നെയാണ് വലിയ വിവാദമായതും. ഒരു കോളേജ് മാഗസിൻ വിവാദമാകുന്നത് തന്നെ അന്നാണ്, ആദ്യമായിട്ടാണ്. അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ആണ്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തന്നെ മഹാ നാണക്കേടായി തീർന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ളവരൊക്കെ. ഒന്നുകിൽ CPM ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണം, ഡബിൾ എ റഹീമിന് പ്രത്യേക പരിശീലനം കൊടുക്കണം, ഒന്നുകിൽ ഇംഗ്ലീഷിൽ പറയരുത്, മേലാൽ ഇംഗ്ലീഷ് സംസാരിക്കരുത് എന്ന് റഹീമിന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കണം. മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ, പാർലമെന്റിൽ പോയി സംസാരിക്കാം. അവിടെ പോയി ഒന്നും മറിക്കുന്നില്ല ഡബിൾ എ റഹീം. പിന്നെ മറ്റ് ഈ MP-മാരുടെ കൂടൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ വിശ്വപൗരനായ ശശി തരൂര് മിക്കവാറും MP സ്ഥാനം രാജിവെക്കും ഇത്തരത്തിലുള്ള ഈ ഇംഗ്ലീഷ് കേട്ട്. കാരണം തരൂരിന് തന്നെ ഇപ്പം നാണക്കേടാണ്. തരൂരിനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. തരൂരിനെ ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു പാർലമെന്റ് മെമ്പർ എന്നൊന്നും ഉള്ള രീതിയിലല്ല. അത് അദ്ദേഹത്തിന്റെ ബയോഡേറ്റയിലെ അവസാനത്തെ ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ അദ്ദേഹം ഇതല്ല എഴുതി വെക്കുന്നത്. ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പോയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ ബെഞ്ചിലെ ഒരു നിരയിലെ ഒരു MP മാത്രമാണ്.
പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്ന രാജ്യത്തിന് വേണ്ടിയാണ് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽവിലാസവും അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഇരിക്കുന്ന ഇടങ്ങളിലാണ് റഹീം യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിൽ ഇംഗ്ലീഷ് പ്രസംഗിച്ച് ഇംഗ്ലീഷ് ഭാഷയെയും നാണം കെടുത്തുന്നു, അവഹേളിക്കുന്നു, ഒപ്പം മലയാളികളെയും അവഹേളിക്കുന്നു. ഇനി ഇത് പാർലമെന്റിനെ തന്നെ അവഹേളിക്കുന്ന രീതിയിലാണ്. അവിടെ NK പ്രേമചന്ദ്രനെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. ചില കാര്യങ്ങൾക്കൊക്കെ കൈകോർത്തും തോളിൽ കൈയിട്ടും ഒക്കെ നടക്കാറുണ്ടല്ലോ. ഇക്കാര്യത്തിലെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. ഇനിയെങ്കിലും റഹീം ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.